എന്തൊക്കെയാണ് സ്കൂളിലൊക്കെ നടക്കുന്നത് ഞങ്ങൾ ആഘോഷത്തിന്റെ ഒക്കെ പേരിലേ എനിക്ക് ഇതും പലരും വിട്ടുന്നു. സ്കൂളൊക്കെ നടക്കുന്ന സംഗതികൾ പെൺകുട്ടികൾക്കൊന്നും ഒരു ഹയാവും ഇല്ലാതെ അറിയാത്തോണ്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഖുർആന്റെ വെളിച്ചും തണലും ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ അതൊന്നും വലിയ ഭാരമായിട്ടൊന്നും തോന്നില്ല. നമ്മൾ ഇതിലൊക്കെ ഭാഗഭാക്കായിട്ടുണ്ടാവും. നമ്മൾ അവരൊന്നും ആക്ഷേപിക്കല്ല, ഗുണകാംക്ഷയോട് പറയണം. ഓൽക്കത് അശ്രദ്ധയാണ്, ഓൽക്കത് മനസ്സിലാണില്ല. എന്താ ഒരു എന്നോട് ചോദിച്ചു ഇപ്പൊ ഈ കുട്ടികളൊക്കെ ഓണത്തിനൊക്കെ സാരിയും അതിന്റെ സാരി എന്താ സെറ്റ് സാരിയോ അമ്മ വെള്ളിയാഴ്ചയാണല്ലോ ഞാൻ കണ്ടത്. ആ വെള്ളിയാഴ്ച ഞാൻ കൊത്തുപഞ്ഞ് പോയി നോക്കുമ്പോൾ ബ്ലോക്കിന്റെ അങ്ങേയറ്റത്തെ ബ്ലോക്ക് വണ്ടിയൊക്കെ കാല് കടഞ്ഞിട്ട് വണ്ടി ഓട്ടോമാറ്റിക് ആക്കേണ്ടിരുന്നൊക്കെ തീരുമാനിച്ചതെന്നാണ്. അങ്ങനെ പോകണേ ഈമാനോടെ പോട്ടെ. ഒരു സാരി എടുക്കാനൊക്കെ പോകണ ഈമാനാണെങ്കിൽ തെറിച്ച പോണ എന്താ പറയാ ജലദോഷം പിടിച്ചു പോകണു എന്നാ അങ്ങോട്ട് പോട്ടെ, വിശ്വാസം കൊണ്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞാല് അത് ഈ പറയുന്ന മൂല്യന്മാരുള്ള ഇറക്കാണേക്കാളും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുക. അല്ലെങ്കിൽ ആ പറച്ചിലോട് കൂടെ തന്നെ ആള് മുർത്തത്താവും. അങ്ങനത്തെ ഒക്കെ വർത്താനങ്ങളാണ് പറയുന്നത്. ഈ വർത്താനാണ് അപകടം. എന്നമാർക്ക് അതൊക്കെ ശരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിനിപ്പോൾ മൂല്യരും കാദ്യമൊന്നും വേണ്ടല്ലോ, അവനാന്റെ പെരി അവനെ പറഞ്ഞാൽ പെരീന്നാണല്ലോ ഈ വരുന്നൊക്കെ. ഈ ആണുങ്ങളൊക്കെ ഉള്ള പെരീന്നാണല്ലോ ഈ വാപ്പാരെ മക്കളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഓരോ ന്യായം എന്താ അറിയോ, അതിപ്പോൾ ഒരു ഡ്രസ് കോഡല്ലേ ഇപ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ടോ. ആര് എൻ്റെ മോന് സാരി എടുത്ത ആളല്ല ചോദിക്കണുണ്ടോ, എടുക്കണവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പോതില്ല ഒരാളാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ശരിയാണ് പറഞ്ഞു. എന്താണ് ഇപ്പോൾ ഓണം ശിർക്കുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷം എന്നുള്ളതിലാക്കിയും തർക്കമുണ്ടോ. ഇതിനെ പൂക്കളിടുന്നത് പൂക്കളെ തൃക്കാക്കരയാണല്ലോ ഈ വാമനദൈവത്തിനുള്ള ക്ഷേത്രം ഉള്ളത്. അങ്ങോട്ട് പോണതിന് പകരം ഇവിടെ പൂക്കളം ഇട്ടിട്ട് മൂർത്തികളെ വെക്കുന്നുണ്ട്. അതിനാണ് ഈ പൂക്കളം. അപ്പോൾ ഒരു ശിർക്കുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവം എന്നുള്ളതിൽ തർക്കമില്ല. അപ്പം നമുക്ക് അതിനുള്ള നിലപാട് എന്താ വെച്ചാൽ നമ്മളെ ഫുഖാക്കള് ഇമാമിങ്ങൾ പറഞ്ഞത് അതിൽ വിശ്വസിക്കാൻ പാടില്ല, അതിനോട് തുല്യമാകാനും പാടില്ല. അതിനോട് യാതൊരു മുഷാബത്തും കൽപ്പിക്കാതെ അതിൽ പങ്കെടുത്തോണ്ട് ഒരു ചോറ് വെച്ചോണ്ടൊന്നും കുഴപ്പമില്ല എന്നുള്ള മനസ്സിലാക്കുന്നുണ്ട്. ഇത് തുല്യമാകലല്ലേ, ഈ പൂക്കളിടലും ഈ സാരി എടുക്കലൊക്കെ തുല്യമാകണ വിഷയമല്ലേ. അപ്പൊ അത് ഹറാമാണ്. അത് പറഞ്ഞപ്പോൾ എന്റെ മോനോട് നിന്നു. അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞെടുത്തൂടെ. അപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കിട്ടുന്ന ചാൻസിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. തടയണം, നന്മ ഉപദേശിക്കണം, തിന്മ തടയണം. അത് ഈ ഉമ്മത്തിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അത് നാവുകൊണ്ട് പറ്റുമെങ്കിൽ നാവുകൊണ്ട് പറയാ, കൈയോണ്ട് പറയേണ്ടടുത്ത് കൈയോണ്ട് എന്താക്കുക തടുക്കുക. അതില്ലെങ്കിൽ മനസ്സുകൊണ്ട് എന്തെങ്കിലും. യൂട്യൂബിലൊക്കെ ഓരോ മൂപ്പന്മാരുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഭയങ്കര ആഘോഷം ഉണ്ടായത്. വേറെ ആൾ പറഞ്ഞു ഇവർക്കൊന്നും ഹൈന്ദവ സഹോദരന്മാർക്കൊന്നും കിട്ടിയില്ലോ ഈ സെറ്റ് സാരി ഇതൊക്കെ പാടൊക്കെ മാപ്പിളാരനെ കൊണ്ടുപോയിട്ട് ഓൽക്കുള്ളത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവർക്ക് കിട്ടിയിട്ടില്ല. ശരിക്കും എൻ്റെ അവകാശികൾക്ക് അതിൽ തുൽമയാണ് എന്തെങ്കിലും പറഞ്ഞില്ല. അപ്പോൾ ഇൻഷാ അല്ലാ അതൊക്കെ പറയാ, നല്ല മൃദുലമായിട്ട് പറഞ്ഞു കൊടുക്കണം, വളരെ സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കുക. നമ്മളിപ്പോൾ ഈ മാർഗത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ അതിന് മുമ്പിലുണ്ടാവും. ഞാനൊക്കെ മുമ്പിലുണ്ടാവും തന്നെ. ഞാനിപ്പോൾ ഈ മേഖലയിലൊക്കെ ആയതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഞാൻ എന്താ നാട് തീർച്ചയായിട്ടും കാണേണ്ടൊക്കെ ചോദിക്കണം. അതിലേക്ക് ഞാനൊക്കെ ഉണ്ടാകാതെ എനിക്ക് തോന്നുന്നത്. സ്കൂളിപ്പോൾ വളരെയധികം അനർത്ഥങ്ങളും സംഗതികളും